മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇന്ത്യൻ നിരത്തുകൾ ഏറെക്കുറെ ഇലക്ട്രിക് വാഹനങ്ങൾ കൈയടക്കിയിരിക്കുന്നു. അത് 2 വീലേഴ്സ് ആവട്ടെ, 4 വീലേഴ്സ് ആവട്ടെ, 3 വീലേഴ്സ് ആവട്ടെ, അങ്ങനെ പോകും. ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നിരത്തുകളിൽ ആദ്യമായി ഇത്തരം വാഹനങ്ങളിൽ കണ്ടു തുടങ്ങിയത് 2 വീലേഴ്സ് മാത്രമായിരുന്നു. എന്നാൽ ആ സമയത്ത് കാശ് കൊടുത്ത് ഒരു 50,000-വും അതിനു മേളിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് അന്ന് ഉണ്ടായിരുന്നത്. അത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് യാതൊരു മുൻ പരിചയമോ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു അസാമാന്യ ധൈര്യം തന്നെയാണ്. ചെറിയ കാശൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉപയോഗം, എങ്ങനെയായിരിക്കും അതിൻ്റെ പെർഫോമൻസ് എന്നൊന്നും കൂടുതലൊക്കെ ചിന്തിച്ച് കാണും. എന്നാലും അത് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ധൈര്യം തന്നെയാണ്. അത് യൂട്യൂബിലും മറ്റും ഇത്തരം ഉണ്ടായിരുന്ന ചില ഷോറൂമുകളിൽ ചെന്ന് ഈ വാഹനങ്ങളെക്കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്തു തന്നെ ആയിരിക്കാം വാങ്ങിച്ചിരിക്കുന്നത്. ചില ബ്രാൻഡുകൾ നമ്മുടെ ജില്ലകളിൽ ഇല്ലെന്നിരിക്കെ മറ്റു ജില്ലകളിൽ പോയും വാങ്ങിച്ചവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സർവീസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ എങ്ങനെ ഇതിൻ്റെ സർവീസ് കിട്ടും എന്നൊക്കെ വ്യാകുലപ്പെട്ടിട്ടുണ്ടാവാം. എന്നാലും വാങ്ങിച്ചുപയോഗിക്കുക എന്ന് പറഞ്ഞത് ഞാൻ പറയും അസാമാന്യ ധൈര്യം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അത്തരം വാഹനങ്ങൾ അന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചവരിൽ ഒരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ലിനടുത്തുള്ള ഒരു സത്താർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വാഹനം ആംപർ എന്ന് പറഞ്ഞുള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് അദ്ദേഹം 3 വർഷമായി ഇത് ഉപയോഗിക്കുന്നു. യാതൊരു കാര്യമായ പ്രോബ്ലംസ് ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. അപ്പോൾ അറിയാം, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. നമ്മളോടൊപ്പം ഉള്ളത് സത്താർക്കാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനമാണ് ആംപർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വാഹനം ഇത് എടുത്തത്, എത്ര വർഷമായി, ഏത് വർഷമാണ് എടുത്തത്, എന്താണ് ഇതിനെക്കുറിച്ച്, എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്താണ് എന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് സത്താർ. ഓക്കെ. ഞാനിവിടെ അപ്പോൾസറി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വണ്ടീൻ്റെ ആവശ്യം വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് റിന്യൂവലിൻ്റെ സമയമായതിനു ശേഷം ഞാൻ അതങ്ങ് ഒഴിവാക്കി. സുസുക്കിൻ്റെ എങ്ങാണ്ടല്ലേ? സുസുക്കി. അതെ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ കണ്ടത് ഇലക്ട്രിക്കിൻ്റെ വാഹനങ്ങളാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓരോന്നോരോന്ന്. അതെ, പുതിയ ഓരോ കമ്പനി അതെ അങ്ങനെ ഇറക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അതിൽ എനിക്ക് എടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഒരുപാട് വണ്ടി സെലക്ട് ചെയ്തിരുന്നു. കുറേ അന്വേഷിച്ചിട്ടുണ്ടാവും അല്ലേ? അന്വേഷിച്ച് സെലക്ട് ചെയ്ത് അപ്പോൾ ഒന്നും ഒരു സ്വരൂപം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആംബർ എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപെട്ടത്. അപ്പോൾ അത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടാവും. യൂട്യൂബിൽ നോക്കി കുറേ സെർച്ച് ചെയ്തപ്പോൾ കുറേ മോഡലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അത് ഒന്നും ഇഷ്ടപ്പെടാതിന് ശേഷം പിന്നെ ആംബർ എന്നുള്ള കമ്പനി കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ആ വണ്ടി സെലക്ട് ചെയ്ത് നോക്കി. ചാർജിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നോക്കി എടുത്തു. മോഡൽ നല്ല നമ്മുടെ പെട്രോൾ വണ്ടിയുടെ സെയിം ഏതാണ്ട് അല്ലേ? അതെ, മോഡൽ വണ്ടി TVS-ന്റെ ഒക്കെ പെട്രോൾ വണ്ടിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ, നല്ല സാധാരണ സ്കൂട്ടി സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആംബറിൻ്റെ കമ്പനിയിലെ സ്കൂട്ടർ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ കണ്ണൂരുണ്ടായിരുന്നോ ഇതിൻ്റെ കമ്പനി? ആദ്യം കണ്ണൂരുണ്ടായിരുന്നില്ല. ആദ്യം മലപ്പുറത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കോഴിക്കോട് വന്നു. കോഴിക്കോട് നിന്ന് നേരെ പിന്നെ ഇവിടെ അതിൻ്റെ ബ്രാഞ്ചോ അതിൻ്റെ ഏജൻറ്റ് തന്നെ ഇവിടെ കണ്ണൂർ വന്നു, പള്ളിക്കുന്നിനടുത്ത്. അങ്ങനെ അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കിയെടുത്ത്. അങ്ങനെ നോക്കിയപ്പോൾ തിരക്കേടില്ലാത്ത ഒരു മോഡലും തിരക്കേടില്ലാത്ത ഒരു മൈലേജും കിട്ടുന്നതുകൊണ്ട് അന്നേരം പൈസയും കുറവായിരുന്നു. ഇപ്പോൾ പൈസ കൂടിയത്. സബ്സിഡി ഉണ്ടായിരുന്നു. അന്നേരം 90 റുപ്യക്കാണ് എടുത്തത് വണ്ടി. അതിന് സബ്സിഡിയൊക്കെ കഴിച്ചിട്ടാണ് 90 റുപ്യ വരുന്നത്.
പിന്നെ രണ്ടും കൽപ്പിച്ചെടുത്ത് ഓടാൻ തുടങ്ങി. അതൊരു ധൈര്യം തന്നെയാണ് കേട്ടോ ആ സമയത്ത് അല്ലെ എടുത്തവരൊക്കെ അതെ അതെ അതൊരു ധൈര്യം കാണിച്ചതാണ്. എല്ലാവർക്കും ഒന്നും ആ ധൈര്യം ഉണ്ടാവില്ല. അതെ അതെ എല്ലാവരും പേടിച്ചിട്ട് അത് ഒഴിവാക്കി. അതെ അതെ എല്ലാവരും ആ സമയത്ത് തന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം അധികവും പിന്നെ പെട്രോൾ വണ്ടിയാണ് എടുത്തത്. അതെ അതെ അതിനുശേഷം പിന്നെ ഓ, അങ്ങനെ ഞാനെടുത്ത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഇതുപോലെ ഒരു വൈമനസ്യം പോലെ തോന്നി. അങ്ങനെ എല്ലാവരും അധികം അങ്ങനെ അധികം പിന്നെ പെട്രോൾ വണ്ടിയാണ് എടുത്തത്. അതെ അതെ അപ്പോൾ ഞാൻ എൻ്റെ ധൈര്യത്തിലെടുത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ 3 കൊല്ലമായി. അതെ ബെനിഫിറ്റ് തന്നെയല്ലേ എന്തായാലും അല്ലേ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ലാഭം തന്നെ. പിന്നെ എൻജിൻ പണിയും കാർബറേറ്ററിൻ്റെ റിപ്പയറിങ്ങും പിന്നെ അതുപോലെ തന്നെ ഫിൽറ്റർ മാറ്റൽ, അതെ അതെ ഓയിൽ ചേഞ്ചിങ്, ഇതൊന്നുമില്ല. രാവിലെ വണ്ടി ഓടിച്ചു പോവുക, രാത്രിയാകുമ്പോൾ വീട്ടിൽ കൊണ്ടുവെക്കുക. അതെ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കുക. അതെ അതെ അപ്പോൾ പിന്നെ വീണ്ടും എടുത്ത് പോവുക, അത്രയേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല. പിന്നെ ചാർജിങ് തീരുമ്പോൾ ചാർജ് കുത്തി വെക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പൊ ഇക്കൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് എക്സ്ട്രാ എന്തെങ്കിലും? ഇലക്ട്രിസിറ്റി ബില്ലൊന്നും അങ്ങനെ കണ്ടമാനൊന്നും ഇല്ല, ഒരു കൂടുതലൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ പിന്നെ ചാർജ് ചെയ്ത് മാസത്തിൽ 2 മാസത്തിൽ കൂട്ടുമ്പോൾ 100 റുപ്യാറ്റേ വരുന്നുള്ളൂ. 100 റുപ്യൻ്റെ പിന്നെ കണക്കൂട്ടൽ. ഇപ്പോൾ ആദ്യം എനിക്ക് ബില്ല് വരുന്നതിൽ ഒരു 100 റുപ്യ മാത്രമേ അധികമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതിൽ പിന്നെ എനിക്ക് നല്ല മെച്ചം തന്നെയാണ്. പിന്നെ പെട്രോൾ അടിക്കുന്നതാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 80 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് കുറവാണ്. സ്റ്റാർട്ടിങ്ങിൽ 80 കിലോമീറ്റർ പറഞ്ഞിട്ട് ആ 80 കിലോമീറ്റർ കൃത്യമായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കിലോമീറ്ററിന് 20 പൈസ അങ്ങനെ നിൽക്കുള്ളൂ, കോസ്റ്റ് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത്രയധികം ലാഭം ഉണ്ട് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഞാൻ പിന്നെ എൻ്റെ വണ്ടീൻ്റെ പ്രത്യേകിച്ചിട്ട് സൗകര്യം പറയുകയാണെങ്കിൽ ഇവിടെ അധികം ഇലക്ട്രിക് വണ്ടിയും കംപ്ലൈൻറ്റുകളാണ്. എല്ലാ വണ്ടികളും ആ സമയത്ത് എടുത്ത എല്ലാ വണ്ടിയും കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റലും പിന്നെ അവരുടെ ഷോറൂമിൽ കൊണ്ടുവെക്കും, കംപ്ലൈൻറ്റും പ്രശ്നങ്ങളെല്ലായിരുന്നു. പക്ഷേ എൻ്റെ വണ്ടി ഓടിച്ച് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ 3 കൊല്ലത്തിലിടക്ക് 1-2 പ്രാവശ്യം പിന്നെ ഷോറൂമിൽ പോകേണ്ടി വന്നിട്ടുള്ളൂ. അതുവരെ കണ്ടിന്യൂ ഓടിക്കലാണ്. ഓടിക്കൽ മാത്രമേ ഉള്ളൂ, വേറെ പിന്നെ റിപ്പയർ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഓടുന്നില്ല അല്ലേ? ലോങ് ഓടുന്നുണ്ട്. എന്നാലും ഒരു ദിവസം ഒരു 30-40 കിലോമീറ്റർ 50 കിലോമീറ്റർ വരെ ഓടും. ചില ദിവസം 50 കിലോമീറ്റർ ഓടും. പിന്നെ കുറഞ്ഞത് ഒരു 10 കിലോമീറ്റർ ഓടും. കുറഞ്ഞത് 10 കിലോമീറ്റർ ദിവസം കൃത്യമായിട്ട് ഓടും. അതല്ലാതെ ഇടവിൽ മട്ടന്നൂർ അങ്ങനെ കുത്തുപറമ്പ് പിന്നെ ഇരട്ടി എല്ലാം പോയിട്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു 50-60 കിലോമീറ്റർ. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഓടുന്നുണ്ട്. പറശ്ശിനിക്കടവ് പോകും. പിന്നെ അങ്ങനെ തലശ്ശേരി പോക്കുണ്ട്. തലശ്ശേരിയെല്ലാം അധികം തലശ്ശേരി പോകും. കാരണം സാധനം കൊണ്ടുവരാൻ ഇതെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പോക്കും വരവിന് സൗകര്യവും സമയവും അതുപോലെ തന്നെ പെട്രോളിൻ്റെ പൈസയും അല്ലെങ്കിൽ ലഗേജ് ബസ്സിലെല്ലാം കയറ്റി വരുന്ന പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ ലാഭം തന്നെ. അപ്പോൾ അങ്ങനെല്ലാം പോയിട്ട് വരുന്നുണ്ട്. നല്ല ഇതിലാണ് വരുന്നത്. പിന്നെ ഒരു കോമഡി പറഞ്ഞായിരുന്നല്ലോ, കമ്പനിയിൽ കോഴിക്കോടെങ്ങാണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ഇതിന്റെ വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന കാര്യം. ഇതിന്റെ അന്വേഷണം വെച്ചിട്ട് പിന്നെ ഞാൻ ഇതിന്റെ വെള്ളം കയറുന്ന കാര്യവും വയർ ഷോർട്ടാകുന്ന കാര്യം കറണ്ടല്ലേ. വയർ ഷോർട്ടായ കോയിൽ കത്തിപ്പോവും. അതുപോലെ തന്നെ പിന്നെ ബാറ്ററി വീക്കാവും. എല്ലാം കൊണ്ട് ആവൂലേ. അപ്പോൾ അത് നമ്മൾ പുതിയ ആളാകുമ്പോൾ നമുക്ക് അതിന് സംശയം ഉണ്ടാവില്ല. നമ്മളതൊന്നും ചിന്തിക്കാതെയാണ് പോയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചോദ്യമില്ല. നമ്മളതൊക്കെ അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ, വരാനിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ചിന്തിക്കണ്ടേ. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ അവർ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ ഈ ചളി കുണ്ടിലൊക്കെ വീണ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പിന്നെ ഇത് ചിലപ്പോൾ ഫുട്ബോൾ വരെയൊക്കെയുള്ള വെള്ളമുള്ള സ്ഥലത്തൂടെ നമുക്ക് പോകേണ്ടി വരുമല്ലോ. മുട്ടോളമുള്ള വെള്ളം ഉണ്ടാവും. ചിലപ്പോൾ കാൽപാദന അടിയിൽ വെള്ളം കെട്ടിവെക്കുന്നുണ്ടാവും. അതിലുള്ള പോകുമ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഷോർട്ടാവില്ലേ. അപ്പോൾ കറണ്ടായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് അടിച്ചു പോയാൽ പ്രശ്നമല്ലേ. അപ്പോൾ അവർ പറഞ്ഞ്, ഞാൻ ചോദിച്ചു അങ്ങനെ പോയാൽ എന്താ ഷോർട്ടാവോ ഇല്ലയോ എന്ന്. അപ്പോൾ അവരൊരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ വണ്ടി സ്പീഡിൽ പോയിക്കുമ്പോൾ രണ്ട് സൈഡിലും വെള്ളം തെറിച്ചങ്ങ് പോകും. പിന്നെ റോട്ടിലേക്ക് പിന്നെ ടയറിനോ വണ്ടിക്കോ ടച്ചും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് കുഴിയിൽ നിർത്തിയിടേണ്ടി വന്നാലും എന്താ ചെയ്യുക? അത് നിർത്തിയിടണ്ട, അപ്പോൾ അവിടെ തന്നെ അടിച്ചു പോയാൽ
അങ്ങനെയുള്ളൊരു ഒരു കോമഡിയൊക്കെ കാരണം അവന്മാരും ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി വരുന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നാമത് പറഞ്ഞാൽ ഇതിനെ കച്ചവടം ചെയ്യുന്ന, അതായത് ഈ ഷോറൂം നടത്തുന്ന ആൾക്കോ പിന്നെ ജോലി ചെയ്യുന്നവർക്കോ ഇതിന്റെ പിന്നെ മെക്കാനിക്കുകൾക്കോ ഇതിന്റെ ശരിയായ അറിവില്ല. അതെ അതെ, അല്ലെങ്കിൽ അത് ശരിയായ അറിവുണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധി അവർക്കില്ല. അതെ അതെ, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ്. അത് നമ്മളെ ബുദ്ധിപ്രകാരമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കുന്നത്. അതെ അതെ. അപ്പോൾ ആ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടിയാലേ ആള് കസ്റ്റമർ അല്ലെങ്കിൽ പാർട്ടികൾ ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ അത് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ നല്ല ഗുണം കിട്ടും എന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർ വന്ന് വണ്ടി സെലക്ട് ചെയ്യുള്ളൂ. അതെ അതെ അതെ. അല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാൻ നടക്കൂലല്ലോ. അതെ അതെ. പിന്നെ ഇവിടെ ചെന്ന് ഈ ഷോറൂമിൽ ചെന്ന് ഇവിടെ കണ്ണൂർ പോയി അന്വേഷിച്ച് കണ്ണൂർ ചോദിച്ച്, കണ്ണൂർ ഷോറൂമിൽ ഇതേ ചോദ്യം തന്നെ ചോദിച്ചത്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. എല്ലാം വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്, വെള്ളം കയറാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അതങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ സേഫായിട്ട് നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നല്ല വാട്ടർ പ്രൂഫും സെക്യൂരിറ്റി എല്ലാം ക്ലിയറാണ്. പിന്നെ 5 വർഷം വാറണ്ടി ഉണ്ട്. നിങ്ങൾക്ക് അതിനിടയിൽ ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ മഴക്കാലം വരുമ്പോൾ അടിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായി നമ്മൾ സേഫാക്കി തരും. 5 വർഷം വാറണ്ടി ഉണ്ട്, 3 വർഷം കമ്പനി വാറണ്ടി, 2 വർഷം എക്സ്റ്റൻഡ് വാറണ്ടി, ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ എക്സ്ട്രാ പൈസ അടക്കണം. ആദ്യം കുറച്ച് പൈസ അടക്കുക, എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ ഏകദേശം വണ്ടി ഇറങ്ങാൻ നേരത്ത് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ ഫുൾ ക്യാഷ് അടച്ചു. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് അതിന് വാറണ്ടി എക്സ്റ്റെൻഡ് എക്സ്ട്രാ പൈസ ഉണ്ട്. അതിന് 3000 ചില്ലറ രൂപ എക്സ്ട്രാ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെച്ചമുണ്ട്, കുഴപ്പമില്ല. 1000 ചില്ലറന്റെ ലാഭമാണ്. പിന്നെ 2 കൊല്ലം നമുക്ക് ആ സമയത്തായിരിക്കും കേട്, 5 വർഷത്തേക്ക് നമുക്ക് ഒന്നും ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 3000 രൂപ വലിയ പ്രശ്നമല്ല. അപ്പോൾ അവിടെ കൊടുത്ത് പിന്നെ അതും കൂടി ക്ലിയറായി. ഇപ്പോൾ എന്തായാലും പിന്നെ വണ്ടിക്ക് ഒരു കാര്യമായ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി 3 വർഷമായി, ഇനി 2 വർഷം കൂടി ഉണ്ട്. അതിനിടയിൽ ഇതിൻ്റെ ഏകദേശം പൈസ 80% പൈസ ഇങ്ങോട്ട് വന്ന്, അതുകൊണ്ട് പിന്നെ നഷ്ടപ്പെടാനൊന്നും തോന്നുന്നില്ല, നഷ്ടമൊന്നും ആയിട്ട് കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ടയർ മാറിയല്ലേ? അതിൻ്റെ അടുത്ത് ഒരു ടയർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ടയർ അവരെ കമ്പനി ടയർ തന്നെയാണ്, ടി വി എസിൻ്റെ. പക്ഷെ അത് ടി വി എസിൻ്റെ ടയർ എല്ലാവരും അതേ കംപ്ലൈൻ്റാണ്. അത് ബബിള് പൊന്തി വരുന്ന ഒരു കംപ്ലൈൻറ്റ്. അത് പിന്നെ എൻ്റെത് മാത്രമല്ല, പല ആളതും ഉണ്ട്. ടി വി എസ് കമ്പനി തന്നെ ചിലപ്പോൾ എനിക്ക് ഒന്ന് ഫോളാന്ന് എന്നിട്ട് ടയർ മാറ്റിയിട്ടുണ്ട് വന്ന്. അത് പിന്നെ നമ്മൾ ഓടിയിട്ട് തഴഞ്ഞിട്ടുണ്ടാകുന്ന ഒരു നഷ്ടമാണ്. അത് എന്തായാലും നമ്മൾ ടയർ മാറ്റേണ്ടി തന്നെ വരും, പോയതാണെങ്കിലും മാറ്റേണ്ടി വരും. പിന്നെ മറ്റുള്ള കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ബ്രേക്ക് ഷൂ എല്ലാം 3 കൊല്ലമായി. 3 കൊല്ലമായി അതേ ബ്രേക്ക് ഷൂവിൽ തന്നെ പോകുന്നുണ്ട്. ബ്രേക്ക് ഷൂ ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. കാരണം മറ്റുള്ള വണ്ടിക്കെല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ 2 മാസം 3 മാസം കൂടുമ്പോൾ ബ്രേക്ക് ഷൂ മാറി. 10,000 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് മാറി. ബ്രേക്ക് ഷൂ മാറ്റണം. ഇതിനെ ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇറക്കി എന്നുള്ള തോന്നുന്നു. പിന്നെ മോഡൽ നല്ല ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ പിന്നെ കൂടുതൽ വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ കണ്ടീഷനിൽ പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ചിട്ട് എനിക്ക് നല്ല സൗകര്യവും നഷ്ടവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ അത്യാവശ്യത്തിന്റെ വർക്കുകളൊക്കെ പിന്നെ ചെറിയ റിപ്പയർ ഫോർക്ക് ലൂസാലുണ്ട്. അതെല്ലാം പിന്നെ ഞാൻ തന്നെ അടുത്ത വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്യും. പിന്നെ അവിടെ ഷോറൂമിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ല. പിന്നെ ഷോറൂമിൽ പോകേണ്ട ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് പോയി അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് വരും. അതാണ് വണ്ടിന്റെ ഗുണം. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എത്ര മോഡാണ് ഇതിനുള്ളത്? മോഡ് 2 മോഡ്. അത് ലോ മോഡും ഹൈ മോഡും. ലോ മോഡിലാണ് 80 കിലോമീറ്റർ കിട്ടുന്നത്. പിന്നെ ഹൈ മോഡിൽ ഡബിളിലും പോയി കഴിഞ്ഞാൽ നേര് പകുതിയേ കിട്ടുള്ളൂ. അത് പിന്നെ എല്ലാ വണ്ടിയും അങ്ങനെയാണ്. കൂടുതൽ അത്യാവശ്യം കുന്നുകളൊക്കെ ബാക്കിൽ ഒരാളെയൊക്കെ എടുത്തിട്ടൊക്കെ അല്ലേ പോകും. വലിയും പക്ഷെങ്കിൽ പിന്നെ നിന്ന് പോകില്ല, നല്ലോണം വലിച്ചിട്ട് തന്നെ പോകും. പക്ഷെ ഹൈ സ്പീഡിലൊന്നും പോകില്ല എന്നേ ഉള്ളൂ. വലിച്ചിട്ട് പോകും, 2 ആളെയൊക്കെ എടുത്തിട്ട് പോകും. സാധാരണ രീതിയിലുള്ള ലെവൽ റോഡിലും നല്ല സ്പീഡിലും പോവാം ഡബിളിൽ.
അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇതിന്റെ കമ്പനി അവിടെ ഉണ്ട്, ഷോറൂം ഉണ്ട്, പിന്നെ പുതിയ പുതിയ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ ഇതിന്റെ ആംബറിന്റെ. ഇപ്പോൾ അവർ പുതിയ പുതിയ മോഡലുകളിൽ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാനെടുത്ത് 90 റുപ്യക്കാണ്, പക്ഷേ ഇപ്പോൾ 90 അല്ല, ഇപ്പോൾ 140 ആയി. അതല്ലേ? ആ, അന്ന് എടുത്ത എനിക്ക് ഇതേ മോഡൽ തന്നെ, ഇതേ മോഡലും ഇതിന് പുതിയൊരു മോഡലുണ്ട്. ശരി. അതിലെല്ലാം പിന്നെ ഇപ്പോൾ പൈസ കൂടി 140 ആയി. ഞാൻ എടുത്താണ് എനിക്ക് ലക്കി വന്നത്. ഞാൻ അന്നേരം ചാൻസിന് എടുത്തുകൊണ്ട് എനിക്ക് ഒരു ചെറിയ നല്ലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റി. ആ വകയിൽ എനിക്ക് മെച്ചം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കാണിക്കാം അല്ലേ? വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന്. ഇതാണ് ഇക്ക വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വാഹനം. ആംപർ എന്ന് പറഞ്ഞുള്ള സ്കൂട്ടിയാണിത്. 2 മോഡാണ് ഇതിനുള്ളത്, ലോ ആൻഡ് ഹൈ. ലോയിൽ 80 കിലോമീറ്റർ റേഞ്ചാണ് വണ്ടി ആദ്യം കമ്പനി പറയുന്നത്, 80 കിലോമീറ്റർ. അപ്പോൾ ഈ 3 വർഷം ആയപ്പോഴത്തേക്കും ഒരു 65 ഒക്കെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ എന്നാണ് ഇക്ക പറയുന്നത്. അപ്പോൾ ഹൈ മോഡൽ ഒരു 35-40 ഉള്ളിലാണ് കിട്ടുന്നത്. സ്പീഡും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹൈയിൽ ഒരു 60 ഒക്കെ സ്പീഡിൽ പോവാം, ലോയിൽ 35 അങ്ങനെയാണ് ഒക്കെ പറയുന്നത്. ചാർജ് കട്ടയാണ് ഓരോ കട്ട. അതെ, ഓരോ കട്ട. കട്ടൊക്കെ അനുസരിച്ച് നമ്മൾ ഓടിക്കോളൂ. അതെ. മറ്റേതിന് ഇപ്പം വരുന്നതിന് നമ്പർ ഉണ്ടാവും. 90, 80, 75 അങ്ങനെ. ഇതിന് അത് ഫസ്റ്റ് ഇറങ്ങിയ മോഡലായതുകൊണ്ട് അതില്ലല്ലേ, കട്ടയായിട്ട് ഇങ്ങനെ ഓരോ കട്ട തീരുന്നതിനനുസരിച്ച് എന്നാലും ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ മറ്റേ ഇപ്പോഴത്തെ വരുന്ന പറഞ്ഞാൽ 80 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഫുൾ ചാർജ് 80 കാണിക്കും. പിന്നെ കുറയുന്നതിനനുസരിച്ച് 70, 60, 50 അങ്ങനെ എത്ര കിലോമീറ്റർ ഓടാന്നൊക്കെ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അങ്ങനെയാണ്. അതെ. ഇതിനും ഹബ് മോട്ടോറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിരിക്കും ഓട്ടത്തിൽ, ഒച്ചയൊന്നും കാണത്തില്ല. പിന്നെ 2 മോഡാണ് ഇതിനുള്ളത്. ഈ ലോയും ഹൈയും. ഈ കാണുന്ന റെഡ് ബട്ടണാണ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ ഇതിനകത്തായി മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അതിൻ്റെ ഉള്ളിലായി കേബിൾ കണക്ട് ചെയ്യാം. പിന്നെ നമ്മളെല്ലാവരും ആദ്യം ഒരു സ്കൂട്ടി കാണുമ്പോൾ ചോദിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ വെക്കാൻ പറ്റുമോ? അത് പറ്റും, നല്ല സ്പേസ് തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഇച്ചിരി കുറവാണ് എന്നുള്ളതാണ്. അത് ഹൈറ്റ് കുറഞ്ഞവർക്ക് സൗകര്യമാണ്, പക്ഷേ ഹൈറ്റ് ഇച്ചിരി കൂടിയവർക്ക് കാൽമുട്ട് ഇങ്ങനെ പൊങ്ങി മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതൊരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നത്. ഹൈറ്റ് ഇച്ചിരി കുറവാണ്. ഈ ഫുട്ബോർഡും സീറ്റിൻ്റെ ഇതും തമ്മിലുള്ള ഹൈറ്റ് കുറവാണ്. നമ്മുടെ പെട്രോൾ വണ്ടിയേക്കാളും ഇച്ചിരി നീള കൂടുതലും ഈ വണ്ടിക്ക് കാണുന്നുണ്ട്. ഈ കാണുന്ന ഈ ഗാർഡൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യിപ്പിച്ചതാണ് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ. നമ്മുടെ നോർമലി കാണുന്ന പെട്രോൾ വണ്ടിയുടെ സെയിം ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ, സൈഡിൽ നിന്നാണേലും. ആംപറിൻ്റെ മാഗ്നസ് പ്രോ എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇപ്പോൾ ഇതിൻ്റെ പുതിയ വേർഷനൊക്കെ, പുതിയ മോഡലിലൊക്കെ, നല്ല മോഡലിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ ഇലക്ട്രിക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ വണ്ടി ഒരു ലുക്ക് വണ്ടി തന്നെയാണ്. ചാവിയിട്ട് റിവേഴ്സ് തിരിച്ചാൽ ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ആവും. ഇതാണ് ഇതിൻ്റെ ട്രങ്ക് സ്പേസ് എന്ന് പറയുന്നത്. ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല, ഹാഫ് സൈസ് ഹെൽമെറ്റൊക്കെ ഈസി ആയിട്ട് വെക്കാം. പിന്നെയും ചെറിയ ഒരു സ്പേസ് ബാക്കി കാണും. ഇതിൻ്റെ അടിയിലാണ് ബാറ്ററി കിടക്കുന്നത്. ഈ കാണുന്ന ഒരു ചെറിയൊരു ഇത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ അടിയിലാണ് ബാറ്ററി കിടക്കുന്നത്. അത് ഇളക്കി എടുത്ത് നമുക്ക് ചാർജിങ്ങിലിടാം എന്നുള്ളൊരു സൗകര്യം ഇതിനുണ്ട്. ബാറ്ററി നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് ചാർജിന് ഇടാം, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഒരു നോർമലി ഒരു ഡിസ്പ്ലേ സിസ്റ്റമാണ്. ഇതിൻ്റെ സ്പീഡോമീറ്ററും പിന്നെ ഇതിൻ്റെ ചാർജിങ് ഒരു ബ്ലോക്കായിട്ട് വരുന്ന അങ്ങനെയാണ് ഇതിൻ്റെ ഇത് കാണിക്കുന്നത്. പുതിയ മോഡൽ ആംപറിൻ്റെ ഡിസ്പ്ലേ ഇതൊക്കെ മാറിയിട്ട് ടി വി എസിൻ്റെ പോലെ. അപ്പോൾ ഇത്രയുമാണ് ഈ ആംപർ എന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.